പൂരം വിളംബരം ചെയ്ത് നീത്തിലക്കാവിലമ്മ തെക്കേ ഗോപുരം നട തുറന്നു. ഇത്തവണയും എറണാകുളം ശിവകുമാറാണ് നീത്തിലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയത്. നാളെ രാവിലെ മുതൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ചെറുപൂരങ്ങളുടെ പുറപ്പാട് തുടങ്ങും. നാളെയാണ് പ്രശസ്തമായ മടത്തിൽ വരവ്, പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും റിയാസ് കെ.എം.ആർ, നവീൻ പനങ്ങാവ്, രമ്യ എസ് നായർ എന്നിവർ ചേരുകയാണ്. അങ്ങനെ തൃശൂർ പൂരത്തിന് പൂരവിളംബരമായിരിക്കുകയാണ്. ഇനി തൃശൂർ നഗരി പൂര ആവേശത്തിലാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? നെയ്തലക്കാവിലമ്മയെ ശിരസേറ്റി എറണാകുളം ശിവകുമാർ എന്ന ഗജവീരൻ ഈ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരം നട തള്ളി തുറന്ന് നിലപാട് തറയിലെത്തി ഈ തൃശൂർ പൂരം വിളംബരം ചെയ്തതോടുകൂടി ഇനി തൃശ്ശൂരിനെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഇനി പൂരത്തിൻ്റെ മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകളിലേക്ക് തൃശ്ശൂരും കേരള മനസാക്ഷിയും ഒക്കെ തൃശ്ശൂർ പൂരപ്രേമികളും ഒക്കെ കടന്നിരിക്കുകയാണ്. അത്യധികം ആവേശകരമായൊരു സാഹചര്യത്തിലായിരുന്നു ഇന്ന് ഈ പൂരവിളംബരം നടന്നത്. രാവിലെ 8:15 നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത് ആ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചത്. ആ ഘടകപുരം നടക്കുന്ന നെയ്തലക്കാവിൽ നിന്നും ആരംഭിച്ചത്. അവിടെ നിന്നും നേരെ വന്ന് മണികണ്ഠനാരിൽ പണ്ടിമേളം പൂർത്തീകരിച്ച് പിന്നീട് ശ്രീമൂലസ്ഥാനത്തിൽ പ്രവേശിച്ച് അത് കഴിഞ്ഞ് നേരെ ഈ വടക്കുനാഥനെ പ്രദക്ഷിണം നടത്തുകയും പിന്നീട് വടക്കുനാഥൻ്റെ അനുവാദം ചോദിക്കുകയും ചെയ്ത ശേഷമാണ് ഈ എറണാകുളം ശിവകുമാർ എന്ന ഗജവീരൻ്റെ ശിരസിലേന്തിയ നെയ്തലക്കാവിലമ്മ ഈ പിന്നീട് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയെ ശിരസേറ്റിക്കൊണ്ട് ഈ തെക്കേ ഗോപുരം തള്ളി തുറക്കുകയും പിന്നീട് നിലപാട് തറയിലെത്തി പൂര വിളംബരം നടത്തുകയും ചെയ്തത്. ആയിരക്കണക്കിന് ജനസഹസ്രങ്ങളാണ് ഇവിടെ ഈ ഒരു കനത്ത വേനൽ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് അവർ ഇന്ന് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. അത്യധികം ആവേശത്തിലാണ് ഇനി പൂരത്തിൻ്റെ മണിക്കൂറുകളുള്ളത്. ഈ ഒരു ചൂടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചില പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. അതെങ്ങനെയാണെന്ന് നവീൻ പറയും. തീർച്ചയായും നമുക്ക് ഇവിടെ നമ്മൾ ഈ പൂരപ്പറമ്പിൽ നോക്കിയേക്കാണ് നമുക്ക് ഒരുപാട്, അതായത് പിന്നെ സംഭാരത്തിൻ്റെ വാഹനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരുപാട് ശീതളപാനീയങ്ങളുമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുടെ വണ്ടികളൊക്കെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ചെറിയ കുടയോ അല്ലെ ചെറിയൊരു വിശറി, അത് ഇവിടെയുള്ള ഏതൊക്കെയോ സംഘാടകർ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ആൾക്കാർ കൊടുത്ത വിശറികളാണ്. ആ വിശറി കൊണ്ട് താൽക്കാലികമായിട്ട് കിട്ടുന്ന ചെറിയൊരു കാറ്റിന് വേണ്ടി അവർ ആശ്വാസത്തിന് വേണ്ടി അവർ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികളടക്കം ഒരു കുടയുടെ കീഴിൽ 10-20 ആൾക്കാർ ജസ്റ്റ് ഒരു തലയ്ക്ക് മാത്രം ഒരു തണലിട്ടാൻ വേണ്ടിയിട്ട് കുടയുടെ ചുറ്റും കൂടുന്നൊരു ദൃശ്യം കണ്ടിട്ടുണ്ട്. മാത്രമല്ല എല്ലാവരും കൃത്യമായിട്ട് കരുതൽ കാണുന്നുണ്ട്. കാരണം അതിൽ ഇടയ്ക്ക് ഒരു കുട്ടി മാത്രം ചെറിയൊരു അസ്വസ്ഥത വന്നിട്ട് ക്ഷീണം വീണ്ടുണ്ടായിരുന്നു. ആ കുട്ടി കൃത്യമായിട്ട് പ്രാഥമിക ശുശ്രൂഷ കൊടുത്ത് കുട്ടി വീണ്ടും വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. ഇനിയും നമ്മുടെ നാളെ പൂരത്തിലുള്ള ഏറ്റവും മികച്ച സംഘാടകരാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധിക്കുക, നാളെ ഇതിലും ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കുടിവെള്ളം കൂടെ കരുതുക. കാരണം ചൂടിനെ നമുക്ക് ഒന്ന് തണുപ്പിക്കണമെങ്കിൽ, അതിനെ പ്രതിരോധിക്കണമെങ്കിൽ കുടിവെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ തന്നെ ഈ ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നത് ഈ കനത്ത ചൂടായതുകൊണ്ട് തന്നെ ഈ പൂരത്തിന് വരുന്നവർ തണൽ നോക്കി കൃത്യമായി നിൽക്കണമെന്നുള്ളതും കുട ചൂടിക്കൊണ്ടും മറ്റ് ഈ വെയിലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ, സൺസ്ക്രീൻ അടക്കമുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണം. ഒപ്പം തന്നെ വെള്ളം നന്നായി കുടിക്കണം, വെള്ളം കയ്യിൽ കരുതണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. അതിനെയൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പൂരവിളംബരം കാണാനെത്തിയ ആളുകൾ ഉണ്ടായിരുന്നത്. ഇനി നാളത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. രമ്യ, നാളത്തെ ചടങ്ങുകൾ നാളെ നമ്മുടെ അതിഗംഭീരമായിട്ടുള്ള തൃശ്ശൂരം നടക്കുകയാണ്. കണിമംഗലം ശാസ്താവാണ് ആദ്യമായിട്ട് നാളെ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുക. പിന്നീട് അങ്ങോട്ട് ഘടകപൂരങ്ങളുടെ ഒരു വരവാണ്. അതേസമയം തന്നെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് ബ്രഹ്മസ്വം മഠത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ട്. ബ്രഹ്മസ്വം മഠത്തിൽ നിന്ന് പിന്നീട് മഠത്തിൽ വരവാണ്. അതേസമയം തന്നെ പാർമേക്കാവ് എന്നുള്ള എഴുന്നള്ളിപ്പ് ചെമ്പടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുകയും അവിടെ ഇലഞ്ഞിത്തറ മേളം, ചരിത്ര പ്രാധാന്യമായിട്ടുള്ള 300ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന മേള ആസ്വാദകർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു മേളം കൂടിയാണ് ഇലഞ്ഞിത്തറ മേളം. അതിനുശേഷം തെക്കോട്ടിറക്കം,
അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാവരും വളരെ ആസ്വാദനത്തോടുകൂടി കാത്തിരിക്കുന്ന കുടമാറ്റം എന്ന് പറയുന്നത്. ഇത്തവണ 15 മിനിറ്റാണ് കുടമാറ്റം നമുക്ക് അനുവദനീയമായിട്ടുള്ളത്. എങ്കിൽ കൂടി ആ ഒരു സമയത്തിനുള്ളിൽ എത്രത്തോളം കുടകൾ മാറി കാണാനുള്ള ഒരു ആസ്വാദന ലഹരി ഉണ്ടാവുമെന്ന് നമുക്ക് നാളെ അറിയാം. അതാണ് നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത്. തീർച്ചയായും നാളത്തെ ഈ ചടങ്ങുകൾ കഴിഞ്ഞാൽ മറ്റന്നാൾ പകൽപൂരമാണ്. പകൽപൂരത്തിലാണ് പറമേക്കാവും തിരുമ്പാടി ദേവസ്വം ഭഗവതി തമ്മിലുള്ള ഒരു ആരോഗ്യകരമായ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ പകൽപൂരത്തോടുകൂടി അതിനുശേഷം ഉപചാരം ചൊല്ലി പിരിയുന്നതോടുകൂടി ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് പരിസമാപ്തിയാകും. അതുവരെ കേരള വിഷൻ ന്യൂസും തത്സമയം ഓരോ വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. മാത്രമല്ല ഈ പൂരത്തിൻ്റെ പൂരനഗരിയിലെത്തുന്നവർക്ക് സൗജന്യമായി കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ ഭാഗമായിട്ട് സൗജന്യ വൈഫൈ സംവിധാനം അടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തകരും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനോഹരമായ രീതിയിലുള്ള തന്നെ ഒരു പൂരത്തിൻ്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം കേരള വിഷൻ ന്യൂസും സജ്ജമാണ്. ഏതായാലും പൂരം വിളംബരം ചെയ്ത നെയ്ത്തിലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നതോടുകൂടി തൃശൂർ നഗരി അങ്ങനെ പൂര ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തവണയും എറണാകുളം ശിവകുമാറാണ് നെയ്ത്തിലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയത്. നാളെ രാവിലെ മുതൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ചെറുപൂരങ്ങളുടെ പുറപ്പാട് തുടങ്ങും. നാളെയാണ് പ്രശസ്തമായ മടത്തിൽ വരവ്, പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും നടക്കുന്നത്. ഏതായാലും തത്സമയ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. റിയാസ് KMR, നവീൻ പനങ്ങാവ്, രമ്യ S. നായർ എന്നിവരാണ് തൃശൂരിൽ നിന്നും ചേർന്നത്.